പങ്കെടുത്തതിന്. ഐസ്ക്രീം പാർലർ കേസിൽ പണം വാങ്ങിയാണ് ജസ്റ്റിസ് കെ തങ്കപ്പൻ ഉത്തരവിട്ടതെന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഐസ്ക്രീം കേസിലെ അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു. പ്രതികളുടെ ആവശ്യം പരിഗണിച്ചായിരുന്നു ജസ്റ്റിസ് തങ്കപ്പൻ കേസിൽ രഹസ്യ വിചാരണ അനുവദിച്ചതും വിചാരണ കോടതി മാറ്റിയതും. കേസിൽ പുനർവിചാരണ വേണ്ടെന്ന് തീരുമാനിച്ചതും ജസ്റ്റിസ് തങ്കപ്പൻ തന്നെയായിരുന്നു. ഐസ്ക്രീം പാർലർ കേസിൽ രഹസ്യ വിചാരണ വേണമെന്നാവശ്യപ്പെട്ട് 16-ാം പ്രതി നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ജസ്റ്റിസ് കെ തങ്കപ്പൻ ഇങ്ങനെ പറഞ്ഞു. കേസിൽ രഹസ്യ വിചാരണ അനുവദിക്കുകയാണ്. ഇരകളുടെ സുരക്ഷ പരിഗണിച്ചാണ് കോടതി തീരുമാനമെടുക്കുന്നത്. എന്നാൽ കേസിലെ ഇരകളാരും തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നില്ല. ഇരകൾക്ക് വേണ്ടി കോടതിയിൽ വാദിച്ച അന്വേഷി എന്ന സംഘടന രഹസ്യ വിചാരണ ആവശ്യപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അതിനെ ശക്തിയായി എതിർക്കുകയും ചെയ്തു. എന്നാൽ ജസ്റ്റിസ് കെ തങ്കപ്പൻ പ്രതികളുടെ ആവശ്യം പരിഗണിച്ച് രഹസ്യ വിചാരണ അനുവദിക്കുകയായിരുന്നു. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിചാരണ നടക്കേണ്ടിയിരുന്നത് അഡീഷണൽ സെഷൻസ് കോടതി 2-ലായിരുന്നു. സെഷൻസ് ജഡ്ജ് കെ പി സുധീർ കുറ്റം ചുമത്തിയപ്പോൾ 7 പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പരാമർശിച്ചിരുന്നു. കേസിലെ സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. ഇതോടെ കോടതി മാറ്റാൻ പ്രതികൾ ശ്രമം തുടങ്ങി. അങ്ങനെ 8-ാം പ്രതി ഹൈക്കോടതിയിൽ ഹർജിയും നൽകി. അതും ജസ്റ്റിസ് കെ തങ്കപ്പന്റെ ബെഞ്ച് തന്നെ പരിഗണിച്ചു. ആ കേസിന്റെ വിധിന്യായത്തിൽ ജസ്റ്റിസ് കെ തങ്കപ്പൻ ഇങ്ങനെ എഴുതി: പ്രതികൾക്ക് പരിപൂർണ നീതി ഉറപ്പുവരുത്താൻ കോടതി മാറ്റണമെന്ന ആവശ്യം അംഗീകരിക്കുകയാണ്. സർക്കാരും അന്വേഷിയും എതിർത്തിട്ടും ജസ്റ്റിസ് കെ തങ്കപ്പൻ പ്രതികളുടെ ആവശ്യം പരിഗണിച്ച് വിചാരണ കോടതി മാറ്റി. പിന്നീട് കേസിന്റെ വിചാരണ നടന്നത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലായിരുന്നു. വിചാരണയ്ക്കിടെ സാക്ഷികൾ കൂറുമാറി മൊഴിമാറ്റം നടത്തി. അങ്ങനെ കേസ് തള്ളി. പിന്നീട് ഹൈക്കോടതിയിൽ കേസെത്തി. അതും ജസ്റ്റിസ് കെ തങ്കപ്പന്റെ ബെഞ്ച് തന്നെ പരിഗണിച്ചു. വിചാരണ കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലും പുനർവിചാരണ വേണമെന്നാവശ്യപ്പെട്ട് അന്വേഷിക്ക് വേണ്ടി കെ അജിത് നൽകിയ ഹർജിയും കോടതി തള്ളി. ഇതിനിടെ അജിതയ്ക്കെതിരെ കോടതിയലക്ഷ്യ കേസെടുക്കാൻ നീക്കമുണ്ടായെങ്കിലും സുപ്രീം കോടതി തടഞ്ഞു. ജസ്റ്റിസ് തങ്കപ്പന്റെ ബെഞ്ചിൽ നിന്നും അനുകൂല ഉത്തരവുകൾ നേടാൻ പണം നൽകിയെന്ന മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കെ സി പീറ്ററിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് കെ തങ്കപ്പന്റെ ഉത്തരവ് വീണ്ടും ചർച്ചയാവുന്നത്.